പശ്ചിമ ബംഗാളിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിലെ വ്യാപക അക്രമങ്ങൾക്കും ക്രമക്കേടുകൾക്കും പിന്നാലെ ബംഗാളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ കളമൊരുങ്ങുകയാണ്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനും തീരുമാനമായിട്ടുണ്ട്. സംസ്ഥാനത്തെ 77 ബൂത്തുകളിലാണ് BJP ഇപ്പോൾ റീപോളിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വ്യാഴാഴ്ച ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നതായിരിക്കും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ മണ്ഡലമായിട്ടുള്ള ഡയമണ്ട് ഹാർബറിലെ 64 ബൂത്തുകളിൽ വീണ്ടും വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യമാണ്. ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിലെ 32, ഡയമണ്ട് ഹാർബറിലെ 29, ബഡ്ജിലെ 3, പശ്ചിമ മഗ്രഹാട്ടിലെ 13 ബൂത്തുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഫാൽട്ടയിൽ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത വിധം EVM-ലെ BJPയുടെ ബട്ടണിൽ ടേപ്പ് പൊട്ടിച്ചു വെച്ചുവെന്ന ഗുരുതരമായിട്ടുള്ള പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുണ്ട്. EVM തകരാറുകളും കൃത്രിമത്വവും പലയിടത്തും വോട്ടർമാരെ വലച്ചു. നോർത്ത് 24 പർഗാനാസിലെ ബരാനഗറിൽ 72-ാം നമ്പർ ബൂത്തിൽ 5 തവണ EVM മാറ്റിയിട്ടും വോട്ടെടുപ്പ് തുടങ്ങാനായില്ല. നിരവധി പേരാണ് വോട്ട് ചെയ്യാതെ മടങ്ങിയത്. നോവാപാറയിലാകട്ടെ ബൂത്തിന് പുറത്ത് ഡമ്മി EVM വെച്ച് വോട്ടർമാരെ TMC തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് BJP നേതാവ് അർജുൻ സിംഗ് ആരോപിച്ചു. ഈ സംഭവങ്ങളിലെല്ലാം വിശദമായിട്ടുള്ള റിപ്പോർട്ട് തേടിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. പോളിംഗ് ദിനത്തിൽ സംസ്ഥാനത്തിലുടനീളം വലിയ തോതിലുള്ള അക്രമങ്ങളാണ് അരങ്ങേറിയത്. നാദിയയിൽ BJP പോളിംഗ് ഏജന്റ് മൊഷറഫ് മീറിന് നേരെ ഇരുമ്പ് വടികൊണ്ടുള്ള ആക്രമണമുണ്ടായി. അദ്ദേഹത്തിന്റെ തലയിൽ 6 തുന്നലുകളാണുള്ളത്. പനിഹാട്ടിയിൽ ആർജിക്കർ പെൺകുട്ടിയുടെ അമ്മയും BJP സ്ഥാനാർത്ഥിയുമായിട്ടുള്ള രത്ന ദേബ്നാഥിനെ TMC പ്രവർത്തകർ വളഞ്ഞത് വലിയ സംഘർഷത്തിന് വഴിവെച്ചിരുന്നു. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടിക്കിടെ ക്രൂരമായി കൊല്ലപ്പെട്ട ആ യുവ ഡോക്ടറുടെ അമ്മയാണവർ. രാജ്യത്തിന്റെ ആകെ മനസ്സാക്ഷിയെ പിടിച്ചുകുലുക്കിയ ആ കൊടും ക്രൂരത നടന്നപ്പോൾ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് പകരം ഭരണകൂടത്തെ ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാനും പ്രതികളെ സംരക്ഷിക്കാനുമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ശ്രമിച്ചതെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വന്തം മകൾക്ക് നീതി തേടിയ ആ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ അന്ന് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ച മമത ഇപ്പോൾ അതേ അമ്മ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എത്തിയപ്പോൾ പാർട്ടി ഗുണ്ടകളെ വിട്ട് വീണ്ടും വേട്ടയാടുകയാണ്. കൊലയാളികൾക്ക് കുടപിടിക്കുന്ന ഭരണകൂടം നീതിക്ക് വേണ്ടി പോരാടുന്ന ആ അമ്മയ്ക്ക് നേരെയും അക്രമം അഴിച്ചുവിടുന്ന അത്ര അതപ്പതിച്ച ധാർമ്മികമായി ശോഷിച്ച ഒന്നായി മമതാ സർക്കാരിന്റെ ഭരണം മാറിയിരിക്കുന്നു. എന്തായാലും ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ഇവിടെ നേരിയ തോതിൽ ബലപ്രയോഗം നടത്തേണ്ടി വന്നു. അതേസമയം VIP മണ്ഡലമായിട്ടുള്ള മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തന്നെ സ്വന്തം തട്ടകമായിട്ടുള്ള ഭവാനിപൂരിൽ സുവേന്ദു അധികാരിയുടെ സാന്നിധ്യത്തിൽ ഉയർന്ന ജയ് ശ്രീറാം, ജോയ് ബംഗ്ല മുദ്രാവാക്യങ്ങൾ വലിയ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന ഇത്തരം സംഭവങ്ങൾ വച്ച് പൊറുപ്പിക്കില്ല എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുരക്ഷ കൂടുതൽ ശക്തമാക്കി അധിക സേനയെ ഇറക്കി വ്യാഴാഴ്ച റീപോളിംഗ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ചൂട് കൂടുതൽ കടുക്കുകയാണ്. കൂടുതൽ ബംഗാൾ വിശേഷങ്ങളുമായി വീണ്ടും വരാം.